ഹായ്. ഇപ്പോൾ നമ്മളുള്ളത് കിളിമാനൂർ പാലസിലാണ്. വന്നിട്ടുള്ള ഞാൻ, എൻ്റെ മോനുണ്ട്, പിന്നെ വൈഫുണ്ട്. വൈഫ് അങ്ങോട്ട് കയറിപ്പോയി. നമുക്ക് നോക്കാം ബാക്കി. ഹലോ. പാലസ് രാജാ രവിവർമ്മയുടെ കൊട്ടാരമാണ് കേട്ടോ അത്. നമുക്കറിയാം, ഫേമസ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരമാണ് ഈ കിളിമാനൂർ കൊട്ടാരം എന്ന് പറയുന്നത്. പാലസിൻ്റെ ഉള്ളിൽ അവർ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അവിടെ ഇപ്പോഴും കുറേ കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുത്തോളം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവർ. അപ്പോൾ നമ്മൾ ഫോട്ടോസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പാലസിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല. കാരണം അത് മാനിക്കണമല്ലോ. അവർക്ക് അതാണ് അവിടുത്തെ ഒരു ചട്ടം. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെറുതെ ക്യാമറയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അവിടെ താമസിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ മാനിച്ചുകൊണ്ട് നമ്മളവിടെ ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫോട്ടോ എടുക്കാൻ അവർ അനുവദിച്ചു നമ്മളതിനെ. അപ്പോൾ ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ലൊരു സ്ഥലമാണ്. നമുക്ക് അവിടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. പെയിൻറ്റിങ്സ് ഒക്കെ നമുക്ക് കാണാം. നല്ലൊരു സ്ഥലമാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാള് ഈ കൊട്ടാരത്തിൽ സമർപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് പുതിയ കൊട്ടാരം എന്ന് പറയുന്നത്. രാജാ രവിവർമ്മ പണി കഴിപ്പിച്ച കൊട്ടാരമാണ് ഇതെന്നാണ് പറയുന്നത്. അവിടെ പഴയൊരു കൊട്ടാരത്തിൻ്റെ പോർഷനും അതേപോലെ തന്നെ പുതിയതായിട്ട് പണി കഴിപ്പിച്ച ഒരു പോർഷനും ഉണ്ട്. ഇതാണ് പുതിയതായിട്ട് പണി കഴിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കൊട്ടാരം.